സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. ഇതാണ് ഈ ഗെയിമിൻ്റെ പേര്. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കാർ കളക്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്യാരേജിൽ പോവാം. ഗ്യാരേജിൽ പോയാൽ ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടണ കാറ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടണ കാറ്. ഞാൻ ഓഫ് റോഡൊക്കെ പോയിട്ട് ചെറിയ ചെളിയും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കിറ്റൊന്നും കയറ്റിയിട്ടില്ല, സാധാ പോലെ തന്നെയാണ്, മോഡിഫിക്കേഷൻ ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ സെക്കൻഡ്, ഇതിൻ്റെ ചെറുതായിട്ട് നമ്മൾ കളറ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ അവിടുത്തെ വീൽ കപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടി വരുന്നത്. ഇതിന് ഞങ്ങൾ അങ്ങനെ മറ്റേ കിറ്റ് കയറ്റിയിട്ടില്ല, കളർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ഞങ്ങൾ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഓരോ മൗണ്ടെയിൻ അങ്ങനെയൊക്കെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ യൂസ് ചെയ്യണത്. പിന്നെ താറ് പറയണ്ട, കിടിലൻ വണ്ടിയാണ് താറ്. ഇതൊക്കെ ഓഫ് റോഡ് പോയിട്ടുള്ള ഇതാണ്. ഞങ്ങൾ ഡെസേർട്ടിൽ പോയി മൗണ്ടനിൽ കയറിയപ്പോഴൊക്കെ ചെളിയാണിത്. പിന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ ഇത് വിൽക്കപ്പ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ഗാർഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇതിൽ വരുന്നത്. ഇത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാട്ടോ. അപ്പോൾ ഗൈസ്, അടുത്തത് ഈ വണ്ടീൻ്റെ പേര് എനിക്കറിയില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. ഇത് ഞാൻ വെറുതെ ഞങ്ങളുടെ പേഴ്സണൽ യൂസ് അങ്ങനെയൊക്കെ പോലത്തെ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് അടുത്ത വണ്ടി വരുന്നത്. പിന്നെ മസ്താങ്കാണ് ഗൈസ്. ഇതിന് ഞങ്ങൾ ചെറുതായിട്ട് കിറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് വീൽ കപ്പ് മാറ്റിയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഇതിൽ മോഡിഫിക്കേഷൻ വരുന്നുള്ളൂ. ഞങ്ങൾ റേസിങ്ങിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണ് ഈ വണ്ടി യൂസ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, അടുത്തത് BMW ആണ് നമ്മൾ എടുത്തേക്കണേ. ഇതിന് എക്സോസ്റ്റിൻ മാറ്റിയിട്ടുണ്ട്. എക്സോസ്റ്റിൻ ഷോർട്ട് മൂന്ന് എക്സോസ്റ്റിൻ വെച്ചിട്ടുണ്ട്. പിന്നെ കളർ മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻജിൻ മാറ്റിയിട്ടുണ്ട്. വീൽ കപ്പ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു സ്റ്റിക്കർ BMW ആയിട്ടൊന്ന് ചെയ്യാൻ നോക്കിയാണ്, പക്ഷേ ഒന്ന് പണിയുണ്ട്, എന്നാലും വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അത്രയാണ് BMW ചെയ്യണത്. ഇതാ ഞങ്ങൾ റേസിംഗ് കാറായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഈ വണ്ടി. അതും സെക്കൻഡ് മസ്താങ്കും ഇത് ഞങ്ങൾ റേസിംഗ് വണ്ടിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഹോണ്ടേൻ്റെ ആട്ടോ. ഹോണ്ടേൻ്റെ എക്സോസ്റ്റിൻ 3 കയറ്റിയിട്ടുണ്ട്. എൻജിൻ മാറ്റിയിട്ടുണ്ട്, കളർ മാറ്റിയിട്ടുണ്ട്, വീൽ കപ്പ് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ അങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റേസിങ്ങിന് യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങളെ ഫ്രണ്ട് ഒരു വണ്ടി തന്നിട്ടുണ്ട്, അവന് വേണ്ടി ഞങ്ങൾ ഒരു വണ്ടി അങ്ങോട്ടും കൊടുക്കണം ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ. പിന്നെ ഇത് സുപ്രയിൽ അങ്ങനെ കിറ്റൊന്നും കയറ്റിയിട്ടില്ല. സാധാരണ ഞങ്ങളെ പേഴ്സണൽ യൂസിന് 2 വണ്ടി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഇതും പേഴ്സണൽ യൂസിന് തന്നെയാണ്. സ്റ്റിക്കർ വർക്കൊക്കെ കയറ്റി അടിപൊളിയായിട്ട് വീൽ കപ്പ് മാറ്റിയിട്ടുണ്ട്, പെയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പേഴ്സണൽ വണ്ടി പറഞ്ഞല്ലോ. പിന്നെ ഇത് BMW, അടുത്ത BMW. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് തന്ന വണ്ടിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് തന്ന വണ്ടി. അവനതിൽ വീൽ കപ്പ് മാറ്റിയിട്ടുണ്ട്, എൻജിൻ മാറ്റിയിട്ടുണ്ട്, സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, മുകളിൽ ഇങ്ങനെ ക്യാരി ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പെയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെന്താ ലൈറ്റിൻ്റെ അവിടെ ചെറുതായിട്ട് ഒന്ന് കളർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സുപ്രയിൽ കിറ്റ് കയറ്റാനാണ്. അപ്പോൾ നമുക്ക് കാർ അപ്ഗ്രേഡിൽ കൊടുക്കാം. അപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ട്യൂണിംഗ് ആണ്. ട്യൂണിങ് നമ്മളിൽ ഇത്ര ട്യൂണിംഗ് ഉള്ള സാധനങ്ങളുണ്ട്. അത് ഹൈ വരുന്നത് ഹൈ സാധനങ്ങളൊക്കെ ഉണ്ട്. 50ൻ്റെ ഉണ്ട്, 10,000-നാണ് മുകളിലുള്ള സാധനം. അപ്പോൾ അതാണ് അത്രയാണ് നമ്മുടെ മുകളിലുള്ള സാധനങ്ങൾ വരുന്നത്. 10,000-ൻ്റെ കണ്ട, അതൊക്കെയാണ് മുകളിലുള്ള സാധനം വരുന്നത്. ഇത് നമ്മളിതിപ്പോൾ കാശില്ല, അതാണ് അവിടുത്തെ മെയിൻ വിഷയം വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടർബോ ഓൾറെഡി ഉള്ളതാണ്, അതിലുള്ളത് തന്നെയാണ്. പിന്നെ എക്കോ ട്യൂണിംഗ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ഫാസ്റ്റ് ജിയോ ബോക്സ് ആണ് നിങ്ങൾ, ഇൻ്റർകൂളർ ഉണ്ട്, പിന്നെ എക്സോസ്റ്റിൻ ഉണ്ട്. എക്സോസ്റ്റിൻ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നമുക്ക് ഈ കിറ്റിൽ ഈ വണ്ടിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പൈസ വേണം. നമ്മുടെ ഇതാ കൂടി 28,000 രൂപയാണോ. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാശ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊന്ന് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ കാശൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാരേജിൽ പോയിട്ട് വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം. നമ്മൾ ഗ്യാരേജ് കയറിയിട്ടുണ്ട്. കാർ അപ്ഗ്രേഡ്. എന്താ ഒരു സൗണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ട്യൂണിങ്ങിൽ കയറിയിട്ട് 10,000 രൂപേൻ്റെ ഇത് നമ്മൾ കയറ്റാൻ പോണേ.
₹10,000 രൂപയുടെ സാധനം കയറ്റാൻ പോണേ. V10 5.0 ആണ് കയറ്റാൻ പോകുന്നത്. സോറി ഗൈസ്, എൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ്, സോറി. നമ്മൾ V10 6.0ൻ്റെ എഞ്ചിനാണ് കയറ്റാൻ പോകുന്നത്, ₹15,000 രൂപ. അപ്പോൾ അത് ബൈ ചെയ്തിട്ടുണ്ട്. അതേഴ്സിൽ പോയിട്ട് നമ്മൾ ട്യൂണിങ് ചെയ്യണില്ല. സ്പോർട്സ് ടയർ ₹10,000 രൂപേൻ്റെ നമ്മളത് സെറ്റ് ചെയ്യാൻ പോണ്. ബൈ. പിന്നെ 15ൻ്റെ 1 എനിക്ക് അങ്ങനെ പറയണ്ടേന്ന് അറിയില്ല, സോറി. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ സ്പോർട്സ് ടയറിൻ്റെ അപ്പുറത്ത് കണ്ട ആ ഒരു എക്സോസ്റ്റിനാണ് കയറ്റാൻ പോകുന്നത്. അതമർത്തി ബൈ. പിന്നെ എക്കോ ട്യൂണിങ് ബൈ. ബ്രേക്ക് ബൈ. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഗിയർ ബോക്സ് ബൈ. അടുത്ത ഗായ്സ് നമ്മളെ വേറെ സെക്കൻഡ്സ് ഒന്നും കാണാനില്ല ഗായ്സ്. എന്ത് പറ്റി? ഗ്ലിച്ച് അടിച്ചാ? നേരത്തെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഗ്ലിച്ച് അടിച്ചോ ഒരു ചെറിയ സംശയം. വന്നു ഗൈസ്. നമ്മുടെ ഇന്റർ കൂളർ ബൈ. എക്സോസ്റ്റിൻ ബൈ. എക്സോസ്റ്റിൻ ബൈ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കയറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാശ് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്ന് അറിയാലോ. നമുക്ക് ബാക്ക് അടിച്ച് ചെയ്യാം. സ്റ്റാർട്ട്. സിറ്റിയിലല്ല നമുക്ക് പോവാം കേട്ടോ. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡായിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി നമ്മളെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവില്ല നമ്മുടെ എന്താ വണ്ടി എന്തോരം മോഡിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു സാധനമാണ്, ഞാൻ എക്സോസ്റ്റും കാണിച്ചു തരാം. പവർ ഗൈസ്, പവർ 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 സാധനം. എന്താ പവർ ഗൈസ്? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോന്ന് അറിയില്ല, കാരണം എക്സോസ്റ്റിന്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക സൗണ്ടിനെ കുഴപ്പമുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതിന്റെ പവറാണ് ടെസ്റ്റ് ചെയ്യാൻ പോണേ. അതിന് നമുക്ക് ഇതിനൊന്ന് കൊണ്ടുപോയിട്ട് ഹൈവേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നേരെ ഹൈവേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഹൈവേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വണ്ടികളുള്ള കാരണം നമുക്ക് ഹൈവേ കൂടെ അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് പോയിട്ട് അതേഴ്സിൽ പോയിട്ട് ട്രാഫിക് കണ്ടക്ഷൻ കുറച്ചിടണം. അപ്പോൾ ഇവിടെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ്, ഈ വണ്ടിയുടെ ശരിക്കുള്ള സ്പീഡ്, നമ്മളെ എഞ്ചിനൊക്കെ കയറ്റിയിട്ടുള്ള സ്പീഡ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇനിയും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ചിലപ്പോൾ കേൾക്കില്ല. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. ഓ ജാതിപ്പേടാ എന്തത് പവർ 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 എന്തത്. ഞാൻ മിണ്ടില്ല ഗൈസ്, നിങ്ങൾ ഈ സൗണ്ട് കേൾക്ക്. പെടാ എന്താ പൊട്ടല്. ഓ ഗൈസ് നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊരു മിനിറ്റ് കേട്ടോ, ഇതിലെന്തോ എക്സോസ്റ്റിൻ ഞാൻ 3 വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് നോക്കിയിട്ട് വരട്ടെ. അപ്പം ഗൈസ് നേരത്തെ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നിയതാണ്. ഷോട്ട് പൊട്ടുണ്ടായിരുന്നില്ല, അതാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. അത് ഇപ്പം ശരിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി സ്പീഡ് കാണിച്ചു തരാം കേട്ടോ. ജാതി പടാ. നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ ബൈ.